നല്ലൊരു കോർട്ട് റൂം ഡ്രാമ ബേസ്ഡ് മൂവി ആയിട്ടാണ് തെലുങ്ക് സിനിമയായിട്ടുള്ള കോർട്ട് സ്റ്റേറ്റ് വേഴ്സസ് എ നോബഡി എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. തിയേറ്റർ റിലീസിന് ശേഷം സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്, മലയാളം ഓഡിയോയും അവൈലബിൾ ആണ്. സോ ഞാൻ മലയാളത്തിലാണ് കണ്ടിട്ടുള്ളത്. സോ നല്ല ഒരു മൂവി ആയിട്ടാണ് ഈ ഒരു സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിനിമയുടെ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് ഇതിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ആക്ടർ നാനി പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു സിനിമ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ ഇറങ്ങാൻ പോകുന്ന സിനിമയായിട്ടുള്ള ഹിറ്റ് 3 എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കാണണ്ട. അത്രയും കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ഈ ഒരു സിനിമയെ അദ്ദേഹം പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യത്തിനോട് ഏറെക്കുറെ യോജിക്കാൻ പറ്റുന്ന തരത്തിൽ നല്ല ഒരു വർത്ത് വാച്ച് സമ്മാനിക്കുന്ന ഒരു മൂവി ആയിട്ടാണ് ഈ ഒരു സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഒരു കോർട്ട് ഡ്രാമ ബേസ്ഡ് മൂവി എന്നതിനേക്കാൾ അപ്പുറത്തേക്കായിട്ട് എനിക്ക് ഈ ഒരു സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത് നല്ലൊരു നിഷ്കളങ്കമായ പ്രണയത്തിനെ പറ്റി ചർച്ച ചെയ്യുന്ന സിനിമ. അതോടൊപ്പം തന്നെ പോക്സോ ആക്ട് എന്ന് പറയുന്ന ആ ഒരു ആക്ടിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡയമെൻഷനെ പറ്റിയിട്ടും ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ചർച്ച ചെയ്യുന്ന നല്ല ഒരു മൂവി ആയിട്ടാണ് ഈ ഒരു സിനിമ എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ചന്ദ്രശേഖറിന്റെയും ജാബിലിയുടെയും പ്രണയത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത്. ജാബിലി പ്രായപൂർത്തിയായിട്ടില്ല. അങ്ങനെ എനിക്ക് ഇവരുടെ പ്രണയം പിന്നീട് ഒരു പോക്സോ കേസിലോട്ട് മാറുന്നതും തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത്. പെർഫോമൻസ് സൈഡിൽ ഇവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസ് ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഫീൽ സമ്മാനിക്കുവാനായിട്ട് അവരുടെ ഒരു പ്രണയത്തിന് സാധിച്ചിട്ടുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും പ്രേമലോ എന്ന് പറയുന്ന ഒരു സോങ് ഒക്കെ സൂപ്പർവായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ദെൻ സൂര്യതേജ എന്ന് പറയുന്ന ഒരു വക്കീലിന്റെ വരവോട് കൂടിയിട്ടാണ് സിനിമ ടോട്ടലി അങ്ങോട്ട് മാറി ഒരു കോർട്ട് റൂം ഡ്രാമയിലോട്ട് മാറുന്നത്. അദ്ദേഹത്തിന്റെ പ്രകടനം ഗംഭീരമായിരുന്നു. എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് മംഗപതി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരന്റെ പെർഫോമൻസ് ആണ്. അത് എന്താണ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടു തന്നെ അറിയണം. സോ അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടറിലൂടെ ഒരുപാട് എലമെന്റ്സ് ഈ ഒരു സിനിമയിലൂടെ പറയുവാനായിട്ട് ശ്രമിച്ചിട്ടുള്ളതൊക്കെ അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിനിമ നമുക്ക് കാണുമ്പോൾ വളരെ ടിപ്പിക്കലായിട്ടും വളരെ ക്ലീഷേഡ് ആയിട്ടുള്ള എലമെന്റ്സുകളിലൂടെ തന്നെയല്ലേ സിനിമ പോകുന്നത് എന്ന് തോന്നാമെങ്കിലും ചില ടിപ്പിക്കൽ ആയിട്ടുള്ള ക്ലീഷേഡ് ആയിട്ടുള്ള എലമെന്റ്സുകൾ യൂഷ്വലായിട്ട് നമ്മൾ കണ്ടുവരുന്ന കോർട്ട് റൂം ഡ്രാമയിൽ വരുന്ന അത്തരം എലമെന്റ്സുകൾ ഒഴിവാക്കി ഈ ഒരു സിനിമ ചെയ്തത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു വാച്ച് സമ്മാനിക്കുന്ന, മുമ്പേ ഞാൻ പറഞ്ഞ പോലെ നിഷ്കളങ്കമായിട്ടുള്ള പ്രണയത്തിനെ പറ്റി പറയുന്നു, ഓൾസോ പോക്സോ ആക്ടിന്റെ ഡിഫറെന്റ് ഡയമെൻഷനെ പറ്റി പറയുന്നു, ദെൻ നല്ലൊരു കോർട്ട് റൂം ഡ്രാമ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വർത്ത് വാച്ച് സമ്മാനിക്കുന്ന ഒരു മൂവി ആയിട്ടാണ് കോർട്ട് ദ സ്റ്റേറ്റ് വേഴ്സസ് എ നോബഡി എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്.